നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ നാഷണൽ ലെവൽ ഡാൻസ് കോമ്പറ്റീഷനും ഫെസ്റ്റിവലും നടന്നു. മഡ്ഗോവയിൽ ഇന്ത്യ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിന്റെയും എയിമിയുടെയും ആഭിമുഖ്യത്തിൽ നാഷണൽ ലെവൽ ഡാൻസ് കോമ്പറ്റീഷനും ഫെസ്റ്റിവലും നടന്നു. ദാമോദർ ഭവൻ ഹാളിൽ 16, 17 തീയതികളിൽ നടന്ന പരിപാടിയിൽ 100-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഗോവയുടെ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തും സിനിമാ സംവിധായകൻ രവി കൊട്ടാരക്കരയും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. 20 വയസ്സിന് മുകളിലും താഴെയുമുള്ളവർക്കായി നടത്തിയ കാറ്റഗറികളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, ഒഡീസി, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തങ്ങൾ അരങ്ങേറി. അണ്ടർ 30 കാറ്റഗറിയിൽ വൈദേഹി കാക്കഡെ, അഞ്ജന മനോജ്, അർപ്പിത് ഇൻവെർട്ടി എന്നിവർക്കും, അണ്ടർ 20 കാറ്റഗറിയിൽ സാറ കൊസാംബി, സായന്തന മോഹൻ, ദേവാൻഷി മഹാപാത്ര, ശില്പ രമേശ്, പി അശ്വതി, ഗീതിക എന്നിവർക്കും ഫ്യൂച്ചർ ഫേസ് അവാർഡ് ലഭിച്ചു. പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം സത്യനാരായണന്റെ മേൽനോട്ടത്തിൽ നടന്ന പരിപാടിയിൽ പാട്ട് പഠിച്ച് അതുകൊണ്ട് പാട്ട് പാടി അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പാട്ട് എടുത്തിരിക്കുന്ന ഒരാളാണ്. ഇന്ത്യ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്നുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. സംസ്കൃതി, ഭുവനേശ്വറിലുള്ള സംസ്കൃതി എന്ന സംഘടനയുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ശ്യാംഹരി ചക്ര, അദ്ദേഹം ഒരു റൈറ്ററാണ്, ഒരു ക്രിറ്റിക്കാണ്. അദ്ദേഹം ഹിന്ദുവിലും അതുമായി ഇന്റർനാഷണൽസിലൊക്കെ ആർട്ടിക്കിൾ എഴുതുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു തോട്ടിൽ നിന്ന്, അതായത് അപ്കമിംഗ് ആർട്ടിസ്റ്റുകൾക്കും അമേച്ചേഴ്സിനുമെല്ലാം വേണ്ടിയിട്ട് സ്റ്റേജുകൾ കുറവായ സ്ഥിതിക്ക് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റാണ് IADF. ഡാൻസേഴ്സിന് വേണ്ടി ഡാൻസേഴ്സാൽ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണിത്. ആർട്ടിസ്റ്റുകളാണ് ഇതിലുള്ളവരെല്ലാവരും. അവരുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും ഇപ്പം ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 12 സ്റ്റേറ്റിൽ ഇത് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെല്ലാ കൊല്ലവും എന്ന് പറഞ്ഞ മാതിരി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ എയിമ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഗോവ സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ സഹകരണത്തോടു കൂടിയിട്ട്, അവരുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ 2 ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം ഒരു 90ഓളം ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇപ്പോൾ അരങ്ങേറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതുമാതിരി തന്നെ നല്ല രീതിയിലുള്ള കുറച്ച് ഗ്രൂപ്പ് പെർഫോമൻസും അതുമാതിരി നമ്മൾ 4 പ്രശസ്തരായ ആർട്ടിസ്റ്റുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കലാമണ്ഡലം ശ്രീജ ആർ കൃഷ്ണൻ, ഡോക്ടർ പോംബി പോൾ, ശീതൽ മെത്കർ വത്താനെ ആൻഡ് ഗാർഗി ഗോസ്വാമി, മോഹിനിയാട്ടം, 2 ഒഡീസി, ഒരു കഥക്. അവരുടെ എല്ലാം പെർഫോമൻസ്, ഇന്നലെ കഥക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇവരുടെ എല്ലാം ഒരു പ്രൊഫഷണലായിട്ട് പെർഫോമൻസും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ആസ്വദിക്കാനുള്ള ഒരു വേദി കൂടിയായിട്ട് ഇതിനെ ഞങ്ങൾ മാറ്റുകയാണ്. ചെറിയൊരു ഇന്ററാക്ഷൻ സെഷൻ പിള്ളേരുമായിട്ടും ഈ ആർട്ടിനെ കുറിച്ചും ആർട്ടിന്റെ ഡീറ്റെയിലുകളെ കുറിച്ചും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് മുന്നേ ഫസ്റ്റ് സെഷനിൽ. അതും ഇതിന്റെ ഭാഗമാണ്. ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി ചെയ്ത് ആർട്ടിനെ എല്ലായിടത്തേക്കും എത്തിക്കുക, ആർട്ടിനെ ആസ്വാദകരുണ്ടാക്കുക. അപ്കമിംഗുമായിട്ടും അതുമാതിരി തന്നെ അമേച്ചേഴ്സ് ആയിട്ടുള്ള പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സ്റ്റേജ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഭാവിയിൽ സ്പോർട്സ് മത്സരങ്ങളും നടത്തുമെന്ന് പ്രസിഡന്റ് രാജഗോപാൽ നമ്പ്യാർ അറിയിച്ചു. നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും വളരെയധികം ആഗ്രഹമായിരുന്നു ഗോവയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഡാൻസ് ഫെസ്റ്റിവൽ നടത്തണം. ഡാൻസ് കോമ്പറ്റീഷൻ അല്ല, ഡാൻസ് ഫെസ്റ്റിവൽ. അതായത് എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളും അതിലെ എല്ലാ സമയപരിധിയും നോക്കിക്കൊണ്ട് നമ്മൾ അപ്പോൾ ഓഗസ്റ്റ് 15, 16, 17 ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റും. അതുകൊണ്ട് 16, 17 ഡേറ്റ് നമ്മൾ എല്ലാവരും ഒരുപോലെ കണ്ട് അങ്ങനെ 16, 17 നമ്മളൊരു ഓൺലൈൻ മെസ്സേജ് കൊടുത്തു എല്ലാവർക്കും. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടി. അതനുസരിച്ച് നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും, പല സ്റ്റേറ്റിൽ നിന്നും, ഇൻക്ലൂഡിംഗ് ഒഡീസ, ഛത്തീസ്ഗഡ്, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, എല്ലാ സ്ഥലത്തും പാർട്ടിസിപ്പന്റ് പങ്കെടുത്തുകൊണ്ട് ചെറിയ പിഞ്ച് കുട്ടികൾ പോലും 5 years, 6 yearsലെ കുട്ടികളുടെ പോലും പെർഫോമൻസ് വളരെ സുന്ദരമായിരുന്നു ഈ 2 ദിവസം. ഈ പെർഫോമൻസ് സ്പെഷ്യലായിട്ട് ഇതിന്റെ ഇനോഗ്രേഷന് വേണ്ടി ചെന്നൈയിൽ നിന്ന് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് രവി കൊട്ടാരക്കര വന്നു ചേർന്നിരുന്നു. നമ്മുടെ എക്സ് ചീഫ് മിനിസ്റ്ററാണ് ഈ പെർഫോമൻസ് വിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് നമുക്ക് കിട്ടിയത് വളരെ ഫിലിം ഫീൽഡിലെ പ്രശസ്തനായ രവി കൊട്ടാരക്കര എന്ന വ്യക്തിയാണ്. അതുകൂടാതെ ഈ 2 ദിവസം നമുക്ക് ശരിക്കും മഡ്ഗാവിനെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം
ഒരു വലിയൊരു ഉത്സവമായിട്ട് തന്നെ ഒരു ഫെസ്റ്റിവൽ, ഡാൻസ് ഫെസ്റ്റിവൽ നടത്താൻ കഴിഞ്ഞു. അതിനെല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. ഇനി ഐമ വോയ്സ് അതും നമ്മൾ ഉടനെ തന്നെ തീരുമാനിക്കുന്നുണ്ട്, നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്പോർട്സ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു ഇതാണ് കൾച്ചർ ആൻഡ് സ്പോർട്സ്. ട്രഷറർ എല്ലാവർക്കും നന്ദി അറിയിച്ചു. എയ്മയുടെ ഗോവയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നു വന്ന നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഇവിടെ വളരെ ഭംഗിയായി സമാപിച്ചിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഗോവയിൽ നിന്നും വളർന്നു വരുന്ന ഡാൻസ് കുട്ടികൾക്ക് ഉള്ള ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് നാഷണൽ ലെവലിലൊരു പ്രോഗ്രാമായിരുന്നു. നാഷണൽ ലെവലിൽ നിന്നും ഏകദേശം 15 സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളിവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ IADF എന്ന് പറഞ്ഞ സംഘടനയുമായി ചേർന്നാണ് നമ്മൾ നടത്തിയത്. IADF എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരുമായി ചേർന്ന് നമ്മൾ ഈ എയ്മ ഇവിടെ ഈ പ്രോഗ്രാം നടത്തി വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും എയ്മയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.